സിനിമയിലൊക്കെ അഭിനയിച്ച സ്ഥിതിക്ക് ഇനി ഒരു സീരിയലിലേക്ക് വിളി വന്നു കഴിഞ്ഞാൽ ഞാൻ പോകണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ, അതോ നല്ലൊരു സീരിയൽ ആണെങ്കിൽ ഞാൻ ഏറ്റെടുക്കുമോ? സിനിമയിൽ വരുന്ന മുമ്പ് തൊട്ട് എനിക്ക് സീരിയലിൽ വിളി വരുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. ഈയിടെയും വന്നു, ഞാൻ ചെയ്തില്ല. അത് സിനിമ എന്നുള്ള സ്വപ്നമുള്ളതുകൊണ്ട് ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ അല്ല, എൻ്റെ വേറെ ടൈപ്പ് ഓഫ് ലൈഫാണ്. ഞാൻ ചാൻസ് ചോദിച്ച് തെണ്ടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഒരു കഥ പറയട്ടെ. എന്താ ജോയിച്ചേട്ടൻ രണ്ടിടത്ത് പറഞ്ഞ പുള്ളിയുടെ റിയൽ ലൈഫ് പറഞ്ഞ സാധനം 2010 തൊട്ട് മുമ്പ് ജോയിച്ചേട്ടൻ, അതായത് പുള്ളി ഭയങ്കരമായിട്ട് സിനിമയിൽ രക്ഷപ്പെടാൻ പറ്റാത്ത, ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, സിനിമ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നങ്ങൾ, ഫാമിലിയുടെ കാര്യങ്ങൾ ആകെ പ്രശ്നങ്ങൾ. അങ്ങനെ പുള്ളി ആകെ തകർന്നിരുന്ന സമയത്ത് ഒരു സീരിയലിൽ നിന്നൊരു ഓഫർ വന്നു. അപ്പോൾ പുള്ളി വിചാരിച്ചു 2000 രൂപ കണ്ടെന്ന് അന്ന് പെർ ഡേ പറയുന്നത്. അപ്പോൾ 2000 ജീവിക്കാൻ വേണ്ടി സീരിയൽ അഭിനയിക്കാൻ പോകും. അങ്ങനെ പുള്ളി കമ്മിറ്റ് ചെയ്തു, വരാമെന്നൊക്കെ പറഞ്ഞ് കമ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പം ഫഹദ് അന്ന് സ്റ്റാറൊന്നും അല്ല. അപ്പം ഇദ്ദേഹം ഫഹദും പുള്ളിയും കൂടെ ജോഷി സാറിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഇവർ 7 പേരോട് ചേർന്ന് അഭിനയിച്ചൊരു പടമുള്ള സെവൻസിൻ്റെ തൊട്ട് മുന്നേ നടക്കുന്ന സമയത്ത് ജോജി ചേട്ടൻ ഈ പറഞ്ഞ ജോഷി സാറിനെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പം ഫഹദ് ആ പടത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് ജോഷി സാറിനോട് പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം ബാക്കി 7 പേർ, അപ്പം ഫഹദിനെന്തോ മറ്റെന്തോ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം നേരിട്ട് കണ്ട് ജോഷി സാറിനെ പോലെ ഒരാളുടെ അടുത്ത് പറയാൻ വേണ്ടി അദ്ദേഹം പോകുന്നു. അപ്പം ജോയിച്ചേട്ടൻ ഇറങ്ങിയപ്പോൾ ജോയിച്ചേട്ടൻ വിചാരിച്ചത് എന്തായാലും ജോഷി സാറിനെ കണ്ടതാ, കയറി ഒരു അവസരം ചോദിച്ചേക്കാം. അങ്ങനെ ജോയിച്ചേട്ടൻ കയറിയിട്ട് ജോഷി സാറിനോട് അവസരം ചോദിച്ചു. അപ്പോൾ ജോഷി സാറ് പറഞ്ഞു, ശരി നിനക്ക് ഈ പടത്തിൽ ഞാനൊരു പരിപാടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സെവൻസിലേക്ക് വന്നു. അങ്ങനെ പുള്ളി ആ സീരിയൽ വേണ്ടെന്ന് വെച്ചു. ആ സീരിയലാണ് ഇപ്പം നമ്മുടെ ഷാനവാസ് ചെയ്ത സെയിം ക്യാരക്ടർ, രുദ്രൻ എന്ന് പറയുന്ന കുങ്കുമപ്പൂവിലെ ഈ ക്യാരക്ടർ ആദ്യം ചെയ്യാൻ വേണ്ടി ജോജി ചേട്ടനെ അപ്പോൾ ഈ കഥ. അപ്പോൾ അന്ന് ജോജി ചേട്ടൻ്റെ ഡിസിഷൻ, അപ്പോൾ തിരിച്ച് ചിന്തിച്ച് നോക്കണേ, ജോജി ചേട്ടൻ രുദ്രൻ ചെയ്തിരുന്നെങ്കിലും ഹെവി ഹൈപ്പ് കിട്ടിയാണ്. പുള്ളി സീരിയലിൽ ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. കാരണം ആ കഥാപാത്രം അങ്ങനെ ഒരു, ഞാൻ സീരിയലൊന്നും ഞാൻ കാണത്തില്ല, എനിക്ക് അറിയത്തുമില്ല, പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതാണ് ജോജി ചേട്ടൻ ആ സമയത്തെ ഡിസിഷൻ. അത് കഴിഞ്ഞ ഉടനെ ബെസ്റ്റ് ആക്ടർ വരുന്നു. അത് കഴിഞ്ഞിട്ട് 2000 അങ്ങനെ അവിടെ നിന്ന് പുള്ളി വീണ്ടും സിനിമയിൽ സീരിയസ് ആയിട്ട് പോകുന്നു. അല്ല 94-95 അങ്ങോട്ട് തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. സിനിമയിൽ നമ്മളെപ്പോഴും എടുക്കുന്ന ഡിസിഷനാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.